നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ വൈസ് പ്രസിഡന്റ് മുതൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നത് കണ്ടു. രാഹുൽ ഗാന്ധിയുടെ നാക്കു മുറിച്ചു കളയുന്നവന് 11 ലക്ഷം, രാഹുൽ ഗാന്ധി തീവ്രവാദിയാണ്, രാജ്യദ്രോഹിയാണ്, രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കും തുടങ്ങിയ ഒരുപാട് പ്രസ്താവനകൾ കേട്ടു. राहुल गांधी इस देश का नंबर प्रथम आतंकवादी है। राहुल गांधी की वहां पर जुबान काटनी चाहिए, जो काटेगा उसको मैं 11 लाख का इनाम मेरी तरफ से दूंगा। तेरा भी वो हाल होगा राहुल गांधी, तो तेरे दादी का हाल है। देश का सबसे बड़ा दुश्मन जो जिसको लाना चाहिए एजेंसीज को, वो आज राहुल गांधी है। ये गांधी परिवार पे अटैक क्यों करते हैं? हम लोकतंत्र के लिए लड़ते हैं और सालों से लड़ रहे हैं, जान दी है मेरे परिवार ने। मेरी दादी को 32 गोली लगी थी, मेरे पिता को बम से मारा गया, मेरे खिलाफ हिंसा की गई, मगर जिस दिन मेरे दिल से डर मिट गया उस दिन मेरे दिल में सिर्फ मोहब्बत रही है और कुछ नहीं। मेरे दिल में इतनी सी भी नफरत नहीं है। क्यों? क्योंकि मेरे दिल में डर नहीं है। मोहब्बत करने वाले कभी नहीं डरते, और सुन लो, डरने वाले कभी मोहब्बत नहीं करते। ये है उनमें और हम में फर्क। हम डरते नहीं, मोहब्बत करते हैं। എല്ലാത്തിനും അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നിരിക്കുകയാണ്. തനിക്ക് ഈ കള്ളങ്ങൾ കൊണ്ട് തന്നെ നിശബ്ദനാക്കാൻ കഴിയില്ലെന്നും ഈ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് തന്റെ നിലപാടുകൾ മാറില്ല എന്നും രാഹുൽ ഗാന്ധി ശക്തമായി പറഞ്ഞിട്ടുണ്ട്. സിഖ് സമുദായത്തിന് അനുകൂലമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. അതങ്ങനെ തന്നെയാണ്. അതിന് എന്താ പറയുക, അതിന് രണ്ട് വശങ്ങളില്ല. രാഹുൽ ഗാന്ധി വളരെ ഫാക്ച്വലി നമ്മുടെ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും, സിഖുകാർക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ഹിന്ദുക്കൾക്ക്, ബാക്കി ജനവിഭാഗങ്ങൾക്ക്, ഇനിയും വിശ്വാസമില്ലാത്തവർക്ക് എല്ലാവർക്കും അവരുടെ സ്പേസ് വേണമെന്നും എല്ലാ വിശ്വാസികൾക്കും അവർക്ക് അവരുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇന്ത്യ എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിൽ വളച്ചൊടിച്ച് സിഖുകാർക്ക് അതിന് പ്രതിഷേധിക്കണമെന്ന രീതിയിലും ഇന്ത്യയെ അപമാനിക്കാവുന്ന രീതിയിലും പറയുന്നത് അത് രാഷ്ട്രീയമാണ്, അത് ബാലിശമാണ്, അത് രാഷ്ട്രീയമാണ്, അത് ശരിയല്ല. അതാണ് അതിന്റെ സത്യം. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ വിനീതമായി അതിന്റെ ടോണിൽ വിയോജിക്കുന്ന വ്യക്തിയാണ്. കുറെ കൂടെ അദ്ദേഹത്തിന് മയപ്പെടുത്താമായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളല്ലാതെ രാഹുൽ ഗാന്ധിക്കെതിരെ പച്ച കള്ളങ്ങൾ പ്രചരിക്കുകയാണ്. രാഹുൽ ഗാന്ധി സംവരണ വിരുദ്ധനാണെന്നും സംവരണം ഇല്ലാതാക്കുമെന്നും ഒക്കെ പെട്ടെന്ന് അമിതമായ ബാബാ സാഹിബ് അംബേദ്കറിനോട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ബാബാ സാഹിബ് അംബേദ്കർ തന്ന റിസർവേഷൻ രാഹുൽ ഗാന്ധി ഇല്ലാതാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറയുന്നത് വെറും ഇലക്ഷൻ തട്ടിപ്പാണ്. അതാണ് ഈ ഇലക്ഷന്റെ വെറും തട്ടിപ്പാന്നുള്ളതാണ് സത്യം. നമുക്കത് എല്ലാവർക്കും അറിയാം. അത് ഇതൊക്കെ വെറുതെ കൈയടിക്ക് വേണ്ടിയും ചാനലുകൾക്ക് വേണ്ടിയും മാത്രം സംസാരിക്കുക. അതിനെതിരെ രാഹുൽ ഗാന്ധി അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട്, അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് തന്റെ നിലപാടിനെ അതിനെ ഡബിൾ ഡൗൺ ചെയ്യുകയും ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്മാറുകയില്ല, ഈ പച്ചക്കള്ളങ്ങൾ കൊണ്ട് എന്നെ നിശബ്ദനാക്കാൻ കഴിയില്ല എന്ന് ശക്തിയുക്തം പറയുകയും ചെയ്തു. പലപ്പോഴും ഈ രീതിയിൽ ആക്രമണങ്ങൾ വന്നാൽ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ നേതാക്കന്മാർ അവരുടെ നിലപാടൊന്ന് മയപ്പെടുത്തും. അതാണ് പൊതുവേ ചെയ്യാറുള്ളത്. കാര്യം പ്രധാനമന്ത്രി, വൈസ് പ്രസിഡന്റ്, രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരും നിരന്നു നിന്ന് രാഹുൽ ഗാന്ധിയെ ചുറ്റും നിന്ന് ആക്രമിക്കുകയാണ്. എന്നിട്ടും രാഹുൽ ഗാന്ധി ശക്തമായ നിലപാടിൽ നിൽക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ധൈര്യമാണ്, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധമാണ്. അതിന് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാതെ വയ്യ. അതോടൊപ്പം ഈ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നെങ്കിൽ നിലപാടുകളിൽ, പോളിസികളിൽ, നയങ്ങളിൽ തുടങ്ങിയ കാര്യങ്ങളാണ് എതിർക്കേണ്ടത്. വ്യക്തി അധിക്ഷേപം, അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കുക, അദ്ദേഹം രാജ്യദ്രോഹിയാന്ന് വിളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേർന്നതല്ല. പേര് നെയിം കോളിംഗ് അല്ല, അബ്യൂസിങ് അല്ല, പകരം പക്വതയുള്ള രാഷ്ട്രീയ സംവാദങ്ങളാണ് നമുക്ക് വേണ്ടത്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കണം. രാഹുൽ ഗാന്ധി നക്സൽ, തീവ്രവാദി, രാജ്യദ്രോഹി തുടങ്ങിയ പദപ്രയോഗങ്ങൾ രാജ്യത്തിന്റെ ഷാഡോ പ്രൈം മിനിസ്റ്റർ പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിക്കുന്നത് അപക്വമായ രാഷ്ട്രീയമാണ്. അങ്ങനെയല്ല. തിരിച്ച് ആരെങ്കിലും നരേന്ദ്രമോദിയെ ചെയ്താൽ അതും ശരിയല്ല. നയങ്ങളെ, നിലപാടുകളെ എതിർക്കുക, വ്യക്തിയെ അധിക്ഷേപിക്കലല്ല നല്ല രാഷ്ട്രീയം. രാഹുൽ ഗാന്ധിയുടെ ആ ശക്തമായ പ്രതികരണത്തിന് അഭിനന്ദനങ്ങൾ. പുതിയൊരു രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി 2.0 ആണ്, മോദി 3.0യുടെ കാലത്ത് എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ ബാലൻസിനും നല്ലതാണ്. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.